സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ സിജി സ്കോളർഷിപ്പ് ഡിവിഷൻ നൽകുന്ന സൺറൈസ് ഫെലോഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആർക്കാണ് സിജി സൺറൈസ് ഫെലോഷിപ്പ് പ്രോഗ്രാം നൽകുന്നത്? സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന മിടുക്കരെയാണ് സിജി ഈ ഫെലോഷിപ്പിന് വേണ്ടി പരിഗണിക്കുന്നത്. നമുക്കാദ്യമായി SSC നടത്തുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളൊന്ന് പരിചയപ്പെടാം. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു CGL, മറ്റൊന്നാണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ. സ്റ്റെനോഗ്രാഫർ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ജൂനിയർ എഞ്ചിനീയർ, ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ, സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ SI, SSC സെലക്ഷൻ പോസ്റ്റ് ഫോർ ലൈബ്രറി ക്ലർക്ക് ആൻഡ് ലാബ് അസിസ്റ്റന്റ്. ഇതിൽ സിജി കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണ് ഈ ഫെലോഷിപ്പ് നൽകുന്നത്. ഇതിനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്? SSC നടത്തുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയ്ക്ക് വേണ്ട യോഗ്യതകളും പ്രായവും എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. CGL പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ. ഈ തസ്തികയ്ക്ക് വേണ്ട യോഗ്യത +2 മാത്തമെറ്റിക്സോടുകൂടി പഠിച്ച് 60% മാർക്ക് നേടി ഏതെങ്കിലും ഡിഗ്രി പാസ്സാവുക എന്നാണ്. ഇനി നമ്മൾ +2 മാത്സ് പഠിച്ചില്ല എന്ന് കരുതുക. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ ഡിഗ്രിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട തസ്തികയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്ന് പറയുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷ കൊടുക്കുന്നതിന് ഡിഗ്രിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിരിക്കണം. മറ്റൊരു തസ്തികയാണ് റിസർച്ച് അസിസ്റ്റന്റ് ഇൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRCയിലെ റിസർച്ച് അസിസ്റ്റന്റ്. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയും 1 വർഷത്തെ റിസർച്ച് എക്സ്പീരിയൻസുമാണ് ചോദിക്കുന്നത്. ബാക്കിയുള്ള മുഴുവൻ തസ്തികകളിലേക്കും നിങ്ങൾക്ക് എനി ഡിഗ്രിയാണ് യോഗ്യതയായി പരിഗണിക്കുന്നത്. മറ്റുള്ള പ്രധാനപ്പെട്ട തസ്തികകളാണ് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ, സെൻട്രൽ എക്സൈസ് എക്സാമിനർ, പ്രിവന്റീവ് ഓഫീസർ, CBN, CBI, NIA തുടങ്ങിയ നിരവധി വകുപ്പുകളിലേക്ക് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് തെരഞ്ഞെടുക്കുന്നതിന് ഡിഗ്രിയോടൊപ്പം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഫിസിക്കൽ ടെസ്റ്റ് കൂടി നടത്തുന്നുണ്ട്. CGL പരീക്ഷയ്ക്ക് എൻ്റർ ചെയ്യുന്നതിനുള്ള പ്രായം എത്രയാണ്? നമുക്കവിടെ കാണാം വിവിധ തസ്തികകളിലേക്കുള്ള പ്രായം. ഓഡിറ്റർ, അക്കൗണ്ടന്റ് തുടങ്ങിയ വിവിധ തസ്തികകളിലേക്ക് 18 മുതൽ 27 വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായം. എന്നാൽ ചില തസ്തികകൾക്ക്, ഇൻസ്പെക്ടർ പോലെയുള്ള പോസ്റ്റുകളിലേക്ക് 30 വയസ്സ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നോക്ക വിഭാഗങ്ങൾ, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് 3 വർഷത്തെയും SC/ST വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തെയും OBC വിഭാഗത്തിന് 3 വർഷത്തെയും ഏജ് റിലാക്സേഷൻ അനുവദിക്കുന്നുണ്ട്. പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിഫിക്കൽറ്റി എന്ന വിഭാഗത്തിൽ അത് അൺറിസർവ്ഡ് ആയ ആളുകൾക്ക് 10 വർഷത്തെയും, പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിഫിക്കൽറ്റി OBCക്ക് 13 വർഷത്തെയും ഏജ് റിലാക്സേഷൻ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ OBC വിഭാഗത്തിലെ PWD വിഭാഗത്തിന് 43 വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റും. SC/STക്കാണ് 45 വയസ്സ് വരെയും അപേക്ഷിക്കാൻ പറ്റും. പേ ലെവല്, നമ്മളൊക്കെ ശമ്പളം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ജോലിക്ക് പോകുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി സ്കെയിലാണ് SSC നമുക്ക് നൽകുന്നത്. 5 സാലറി സ്കെയിലാണ് അവർ പറയുന്നത്. പേ ലെവൽ 4 മുതൽ 8 വരെ. പേ ലെവൽ 8ൽ ജോബ് ലഭിക്കുകയാണെങ്കിൽ 47,600 സ്റ്റാർട്ടിംഗ് സ്കെയിലാണ്. ഈ 47,600നോടൊപ്പം നിങ്ങൾക്ക് DAയും TAയും എല്ലാം വരുമ്പോൾ ആ ശമ്പളം ഏകദേശം 90,000 രൂപയോളമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർ 2 തരത്തിലുള്ള എക്സാം ആണ് അഭിമുഖീകരിക്കേണ്ടത്, ടയർ 1 ആൻഡ് ടയർ 2. ടയർ 1ൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, അതിൽ 25 ചോദ്യങ്ങൾ, ജനറൽ അവയർനെസ്സിൽ 25, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ 25. ആകെ 100 ചോദ്യങ്ങൾക്ക് 2 മാർക്ക് വീതം 200 മാർക്കാണ് ടയർ 1ൽ നിങ്ങൾ നേടേണ്ടത്. 1 മണിക്കൂർ കൊണ്ടാണ് 100 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ഏകദേശം 40 സെക്കൻഡ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇതിന് ലഭ്യമാകുന്ന സമയം. ഇപ്പോൾ ടയർ 1 പാസ്സാവുന്ന കുട്ടികൾക്ക് ടയർ 2 ലെവൽ എക്സാമിനേഷനിലേക്ക് പോകാൻ പറ്റും. ടയർ
2 എക്സാമിനേഷന് പേപ്പർ 1 അതിൽ സെഷൻ 1 2 മണിക്കൂറും 15 മിനിറ്റും ഉണ്ട്. ആ സെഷൻ 1 തന്നെ സബ്ജക്റ്റുകൾ സെക്ഷൻ 1 മാത്തമെറ്റിക്കൽ എബിലിറ്റീസ് ആണ് മോഡ്യൂൾ 1, മോഡ്യൂൾ 2 റീസണിങ് ആൻഡ് ജനറൽ ഇന്റലിജൻസ് ആണ്. ഇതിന് 30 60 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. 60 × 3 മാർക്ക് വീതം നിങ്ങൾക്ക് 180 മാർക്കാണ് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുക. സെഷൻ 1ന്റെ സെക്ഷൻ 2 മോഡ്യൂൾ 1 എക്സാം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ ആണ്. മോഡ്യൂൾ 2 ജനറൽ അവയർനെസ് ആണ്. ആകെ വരുന്ന ചോദ്യങ്ങൾ 70 ചോദ്യങ്ങളാണ്. 70 × 3 210 മാർക്കാണ് നിങ്ങൾ നേടേണ്ടത്. ഓരോ സെക്ഷനും സെക്ഷൻ 1ന് 60 മാർക്കിന്റെ ചോദ്യത്തിന് 1 മണിക്കൂർ നിങ്ങൾക്ക് സമയം അനുവദിക്കും. എന്നാൽ സെക്ഷൻ 2 70 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് 60 മിനിറ്റ് ആണെന്ന് കൂടി ഓർമ്മിക്കുക. ഈ സെഷൻ 2ൽ സെക്ഷൻ 3 അതിൽ മോഡ്യൂൾ 2 എന്ന് പറഞ്ഞ് ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ഡാറ്റ എൻട്രി ചെയ്യാനുള്ള കഴിവുണ്ടാവണം. അത് നിങ്ങൾ ആ ടൈം ആകുമ്പോഴേക്ക് നേടിയെടുത്താൽ മതി. 15 മിനിറ്റ് കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ഡാറ്റ എൻട്രിയുടെ സ്പീഡ് തെളിയിക്കേണ്ടത്. എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. www.ssc.gov.in എന്ന് പറയുന്ന സൈറ്റിലാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടി പ്രവേശിക്കേണ്ടത്. ssc.nic.in എന്ന് പറയുന്ന ഒരു പഴയ സൈറ്റ് ഉണ്ടായിരുന്നു. ആ സൈറ്റ് അല്ല, ssc.gov.in ആണ് പുതിയ സൈറ്റ്. സൺറൈസ് ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇനി നിങ്ങളോട് സംസാരിക്കുന്നത്. എന്താണ് സൺറൈസ് ഫെലോഷിപ്പ് പ്രോഗ്രാം? ആർക്കാണ്, എന്തിനാണ് സിജി ഈ ഫെലോഷിപ്പ് നൽകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. SSC CGL എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കാണെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കമ്മിറ്റ്മെന്റും ഉള്ള ഒരു പറ്റം ഉദ്യോഗാർത്ഥികളെ സെൻട്രൽ ഗവൺമെന്റ് സർവീസിലേക്ക് എത്തിക്കുക എന്ന വലിയ ഒരു ദൗത്യമാണ് സിജി ഇതിലൂടെ നിർവഹിക്കാൻ പോകുന്നത്. വെറും ഒരു ജോലി നേടി സ്വന്തം കാര്യം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ സമൂഹത്തിൽ തനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തൽ സൺറൈസ് ഫെലോഷിപ്പ് പ്രോഗ്രാമിലൂടെ സിജി ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ 20 കുട്ടികൾക്കാണ് നമ്മൾ ഈ ഫെലോഷിപ്പ് നൽകുന്നത്. ഈ 20 കുട്ടികളിൽ 5 പേർ ലക്ഷദ്വീപിൽ നിന്നുള്ള കുട്ടികളായി സിജി പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പോൾ 15 കുട്ടികൾ ലക്ഷദ്വീപിന് പുറമെ നിന്നും സൺറൈസ് ഫെലോഷിപ്പ് പ്രോഗ്രാമിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. SC, ST ആൻഡ് OBC കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്ക് അല്പം പരിഗണന പ്രയോറിറ്റി നൽകുന്നുണ്ട്. ഇതിന്റെ പരീക്ഷാ രീതി, ഈ സെലക്ഷൻ പ്രോസസ് എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം. ആദ്യം ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ നടത്തും. അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന കൂട്ടുകാർക്ക് മെയിൻ എക്സാമിനേഷൻ പ്രവേശിക്കാൻ പറ്റും. പ്രിലിമിനറി എക്സാമിനേഷനിൽ 50% മാർക്ക് സ്കോർ ചെയ്യുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും മെയിൻ എക്സാമിനേഷനിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് നടത്താൻ പറ്റും. ഇനി മെയിൻ എക്സാമിനേഷൻ പാസ്സായ കുട്ടികളെ ഇന്റർവ്യൂ ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടി സിജി ക്ഷണിക്കും. ആ GD ഗ്രൂപ്പ് ഡിസ്കഷൻ പ്രോഗ്രാം സിജിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയ കോഴിക്കോട് ചേവായൂർ വെച്ചാണ് നടക്കുക. ആ പരീക്ഷയിൽ, ആ ഇന്റർവ്യൂയിലും ഗ്രൂപ്പ് ഡിസ്കഷനിലും ക്വാളിഫൈ ചെയ്യുന്ന 20 കൂട്ടുകാർക്ക് സിജി ഫെലോഷിപ്പ് നൽകുന്നതാണ്. ഇപ്പോൾ സിജിയുടെ ഫെലോഷിപ്പ് ലഭിക്കുന്നതിനുള്ള വിവിധ ഘട്ടങ്ങളിലൂടെ നിങ്ങൾ ഫെലോഷിപ്പിന് അർഹരായി കഴിഞ്ഞു. ഫെലോഷിപ്പ് അർഹരായ കൂട്ടുകാർക്ക് ഇനി എന്താണ് സിജി നൽകാൻ പോകുന്നത്? അടുത്ത ഒരു വർഷത്തിനകം CGL നേടുന്നതിന് ആവശ്യമായ കൃത്യമായ ടെസ്റ്റുകളിലൂടെയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സിജി ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ടാവും. ടെക്സ്റ്റ് ബുക്ക് ആപ്പ് എന്ന് പറയുന്ന ആപ്പിലൂടെയാണ് ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റ് നടത്തുക. വീക്ക്ലി റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടാവും. അത് സിജി LMSലൂടെയാണ് നടത്തുന്നത്. മന്ത്ലി ഇവാലുവേഷൻ ടെസ്റ്റ് ഉണ്ടാവും. ഇതും സിജി LMSലൂടെയാണ് നടത്തുന്നത്. മന്ത്ലി അസസ്മെന്റ് ഉണ്ടാവും. മന്ത്ലി അസസ്മെന്റ് എന്തിനാണ് നടത്തുന്നത്? ഈ മന്ത്ലി അസസ്മെന്റ് ടെസ്റ്റിൽ നിങ്ങൾ നിശ്ചിതമായ ഒരു സ്കോർ നേടിയിരിക്കണം. നിങ്ങൾക്ക് ഫെലോഷിപ്പിന് വേണ്ടി പരിഗണിച്ച സമയത്ത് നിങ്ങൾ നേടിയ ഒരു സ്കോർ ഉണ്ടാവും. ആ സ്കോറിൽ നിന്നും ഓരോ മാസവും നിങ്ങളുടെ പ്രോഗ്രസ് സിജിയുടെ ഒരു ടീം വിലയിരുത്തും. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഫെലോഷിപ്പ് ലഭിക്കുക.
അപ്പോൾ ആ ഒരു മാസം നിങ്ങൾക്ക് വിവിധ ടെസ്റ്റുകളിലൂടെയും വീക്കിലി ടെസ്റ്റുകളിലൂടെയും എല്ലാം നൽകിയ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് മന്ത്ലി അസസ്മെന്റ് നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഫെലോഷിപ്പിന് തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാർ മന്ത്ലി അസസ്മെന്റ് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുക തന്നെ ചെയ്യും. ആ പെർഫോമൻസ് പരിഗണിച്ചുകൊണ്ടാണ് സിജി നിങ്ങൾക്ക് ഫെലോഷിപ്പ് നൽകാൻ പോകുന്നത്. സൺറൈസ് ഫെലോഷിപ്പ് പ്രിലിമിനറി എക്സാമിനെ കുറിച്ചാണ് ഇനി ഞാൻ സൂചിപ്പിക്കുന്നത്. ഓഗസ്റ്റ് മാസം 25-ാം തീയതി രാവിലെ 10 മണി മുതലാണ് സൺറൈസ് ഫെലോഷിപ്പ് പ്രിലിമിനറി എക്സാം നടക്കുന്നത്. 60 മിനിറ്റ് സമയമാണ് നിങ്ങൾക്ക് ഓൺലൈൻ പരീക്ഷയ്ക്ക് നൽകുന്നത്. 100 ചോദ്യങ്ങളുണ്ടാവും, 200 മാർക്കിൻ്റേത്. നിങ്ങൾ കൃത്യമായ സമയം ആലോചിക്കണം. 100 ചോദ്യങ്ങൾ എഴുതാൻ 60 മിനിറ്റ് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ളതെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ ഈ ഒരു പരീക്ഷ ഇതുവരെ ഞങ്ങൾ എഴുതിയിട്ടില്ല, ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു അനുഭവം ഇല്ല, അത്തരം കൂട്ടുകാർക്ക് വേണ്ടി പ്രാഥമിക പരീക്ഷയ്ക്ക് മുന്നോടിയായി ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം സിജി ഒരുക്കുന്നു. ആ മോക്ക് ടെസ്റ്റിനുള്ള ദിവസം നാളെ, അതായത് 22-ാം തീയതി രാത്രി 7 മണി മുതൽ 8 മണി വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. മോക്ക് ടെസ്റ്റിന് ഉള്ള ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ ആ ലിങ്കിൽ പ്രവേശിക്കുക. നിങ്ങൾക്ക് ആ ലിങ്കിൽ പ്രവേശിക്കണമെങ്കിൽ ഒരു യൂസർ നെയിം പാസ്വേഡും ആവശ്യമായി വരും. യൂസർ നെയിം പാസ്വേഡും സിജി ഓരോരുത്തർക്കും അയച്ചു തരും. അതിനുശേഷം അറ്റംപ്റ്റ് ക്വിസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ മോക്ക് ടെസ്റ്റിലൂടെ നിങ്ങൾ പല തവണ ചെയ്ത് പരീക്ഷ എഴുതാൻ, പ്രിലിമിനറി എക്സാം എഴുതാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുക. 25-ാം തീയതി നടത്തുന്ന ആ എക്സാമിനേഷനിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സിജി സൺറൈസ് ഫെലോഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ലഭിച്ചിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ നല്ല നിലയിൽ 25-ാം തീയതി സിജി നടത്തുന്ന പ്രിലിമിനറി എക്സാമിനേഷനിൽ പെർഫോം ചെയ്യാൻ കൂട്ടുകാർക്ക് കഴിയുമെന്ന് പ്രതീക്ഷയുണ്ട്. ആ ഒരു 25-ാം തീയതി നടക്കുന്ന ഫെലോഷിപ്പ് പ്രിലിമിനറി എക്സാമിനേഷനിലൂടെ സിജിയുടെ ഫെലോഷിപ്പിന്റെ ഭാഗമാവാൻ മുഴുവൻ ആളുകൾക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും സെന്റർ ഫോർ ഇൻഫർമേഷൻ ഗൈഡൻസ് ഇന്ത്യ ചാവയൂർ പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവുകങ്ങളും നേരുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.